الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا رد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. സൃഷ്ടാവും പ്രപഞ്ച നാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഏകത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നമ്മൾ സത്യവിശ്വാസികളായി തീർന്നത്. അൽഹംദുലില്ലാഹ്. അത് ഏകദേശ ധാരണയിലല്ല, തൻ്റെ ഇടമെത്തി ചിന്തിക്കാനുള്ള കഴിവ് നേടിക്കഴിഞ്ഞ് അറിഞ്ഞ് ബോധ്യപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ സാക്ഷികളായിരിക്കും റബ്ബേ എന്ന് റബ്ബിനോട് പ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് നമ്മൾ മുഅ്മിനീങ്ങളായത്. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതായതുകൊണ്ട് ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അവന് തൻ്റെ ഇടമെത്തി ചിന്തിക്കാൻ, സത്യാസത്യങ്ങളെ വിവേചിക്കാനുള്ള കഴിവും തൻ്റെ ഇടവും നേടിയതിനു ശേഷം ഹൃദയത്തിൽ അംഗീകരിച്ചു ബോധ്യപ്പെട്ട് അത് സമൂഹത്തിന്റെ മുമ്പിൽ ആ സാക്ഷ്യപ്പെടുത്തൽ തുറന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് നാം ഓരോരുത്തരും സത്യവിശ്വാസികളായി തീർന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് ആ സത്യ സാക്ഷ്യം നമ്മിൽ നിന്ന് എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് അല്ലാഹു റസൂലിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഓരോ സത്യവിശ്വാസിയും ദിവസത്തിൽ നിർബന്ധപൂർവം 17 തവണ റബ്ബിന്റെ മുമ്പിൽ ആവർത്തിക്കുന്നു. ഐച്ഛികമായി, സുന്നത്തായി പിന്നെയും നമ്മൾ അത് പ്രതിജ്ഞ പുതുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവർത്തനം വന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മുമ്പ് സൂചിപ്പിച്ച പോലെ നമസ്കാരം, സലാം വീട്ടിയാൽ നമസ്കാരത്തിൽ നിന്ന് ഒഴിവായി. സക്കാത്ത് ഒരു കൊല്ലത്തിൽ കൊടുത്താൽ പിന്നെ അടുത്ത കൊല്ലം കൊടുത്താൽ മതി. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നോമ്പ് അവസാനിച്ചു. ഹജ്ജ് ആയുസ്സിൽ ഒരിക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ. ഐച്ഛികമായിട്ട് പിന്നെയും ചെയ്യാം. എന്നാൽ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത്, അതിൽ നിന്ന് 24 മണിക്കൂറും അതിന്റെ സാക്ഷിയായിക്കൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടതുണ്ട്. അതിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ, വർത്തമാനങ്ങൾ, പ്രവർത്തനങ്ങൾ
ആ സാക്ഷിത്വത്തെ തന്നെ റദ്ദാക്കലാണ്. എന്താ പദം? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നാഥാ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായത്തേട്ടം നടത്തുന്നത്. നിങ്ങൾ വലിയ പഠിപ്പില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇയ്യാക നഅ്ബുദു അതേ കാറ്റഗറിയിലാണ്, ഇബാദത്തിന്റെ അതേ കാറ്റഗറിയിൽ തന്നെയാണ് ഇസ്തിആനത്തും എന്ന് പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു അതേ കാറ്റഗറി തന്നെ, വഇയ്യാക നസ്തഈൻ. സംശയം ഉണ്ടാവില്ല, സംശയിക്കണ്ട. ഇസ്തിആനത്ത് അല്ലാഹുവിനോട് മാത്രം സഹായത്തേട്ടം. ഈ സഹായത്തേട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്തിഗാസ. കൃത്യമായിട്ട് ഇങ്ങനെ ആവുമ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മങ്ങനെ കേട്ടിട്ടുണ്ട്, അർത്ഥവും പറയും ഫാത്തിഹയുടെ. ഇസ്തിഗാസ ഇസ്തിആനത്തിലെ സഹായത്തേട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടത്. ഭാഷാപരമായ അർത്ഥം സഹായം ചോദിക്കൽ തന്നെയാണ്. പക്ഷെ ഇസ്തിഗാസ എന്ന് പറയുക പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ശക്തിപ്രായം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് റബ്ബിനോട് രക്ഷ നേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾ അല്ലാഹുവോട് പറഞ്ഞത്, സമ്മതിച്ചത്. അടുത്തതാണ് ഇസ്തിആദ, അഭയം ചോദിക്കൽ. അഭയം ചോദിക്കൽ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ, അതും ഇസ്തിആനത്താണ്. ഇനിയുണ്ട് ഇസ്തിഖാറ. നമ്മളൊരു നന്മ ആഗ്രഹിക്കുന്നു, ബർക്കത്ത് ആഗ്രഹിക്കുന്നു, വളർച്ച ആഗ്രഹിക്കുന്നു, കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, ഖൈറ് വേണമെന്ന്, അതിനുള്ള തേട്ടമാണ് ഇസ്തിഖാറ. അപ്പൊ ഇസ്തിഗാസയും ഇസ്തിആദയും ഇസ്തിഖാറയും ഇസ്തിആനത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതെല്ലാം റബ്ബിനോടല്ലാതെ മറ്റൊരു സൃഷ്ടിയോട് ചെയ്താൽ അവന്റെ സത്യസാക്ഷ്യത്തെ റദ്ദ് ചെയ്തു, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തുപോയി. ഏതൊരു സാക്ഷ്യം കൊണ്ടാണോ മുസ്ലിമായത്, ആ സ്വന്തം സാക്ഷിത്വത്തെ റദ്ദ് ചെയ്തുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ആ അർത്ഥത്തിൽ നമ്മുടെ ഉമ്മത്തിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് സഹോദരങ്ങളെ? സമൂഹത്തിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇസ്തിആനത്തും ഇസ്തിഗാസയും അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കണം എന്ന് ഇപ്പോഴും, പണ്ട് പറഞ്ഞതല്ല. ഇന്നും ഇസ്തിഗാസ നിങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പിന്തുടരുന്നവർക്കറിയാം, ഇന്നും വെല്ലുവിളിക്കാണ് സംവാദത്തിനെ. ഇന്നും ഇസ്തിഗാസക്ക് വെല്ലുവിളിക്കാൻ തയ്യാറുണ്ടോ? അല്ലാത്തവരോട് നടത്താം. അതെന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നാഥാ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായത്തേട്ടം നടത്തുന്നത്. അതിലൊന്നാണ് ആപത്തുകളിലും പ്രയാസങ്ങളിലും റബ്ബിനോട് രക്ഷ ചോദിക്കൽ. അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ബദറിൽ ശത്രു സൈന്യത്തിൽ എണ്ണത്തിലും ആയുധത്തിലും കൂടുതലുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും റബ്ബിനോട് ഇസ്തിഗാസ നടത്തി എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, അത് മുഴുവൻ ഓതി വിശദീകരിക്കൽ നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇതിന് വിരുദ്ധമായ വിശ്വാസത്തിലാണ് നമ്മുടെ സമൂഹം. ഏതൊരു ആപത്ത് വരുമ്പോഴും അല്ലാത്തവരെ വിളിക്കാനാണ് അവരെ വായ ഓടുന്നത്. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ കാലിൽ കല്ല് തട്ടിയാൽ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അവന്റെ സത്യസാക്ഷ്യം റദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തുപോയിന്ന് മൊയ്തീശയെ കാക്കണേ എന്നാണ് വായയിൽ വന്നാൽ അവന്റെ ഷഹാദത്ത് റദ്ദായി പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ എങ്ങനെ ഉണ്ടാവും നമ്മുടെ സമുദായത്തിന്റെ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, എന്തായിരിക്കും? അള്ളാഹു അവന്റെ കിതാബിലൂടെയും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെയും പഠിപ്പിച്ചു തന്ന
ആദർശത്തിന് വിരുദ്ധമായിട്ടാണ് സമൂഹം ഭൂരിപക്ഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാർ അറിഞ്ഞാലും ആ സത്യത്തിനെതിരെ പാവങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അള്ളാഹു നിനക്കെന്തെങ്കിലും ഒരു പ്രയാസം ബാധിപ്പിച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റാരും ആ പ്രയാസത്തെ നീക്കിത്തരാനില്ല. ഹദീസല്ല, കഥയല്ല, ഖുർആനിലെ ഒരു ആയത്താണ്. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ ആയത്ത്. അള്ളാഹു നിനക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ ആ പ്രയാസത്തെ നീക്കിത്തരാൻ ഇല്ലാഹുവ, അല്ലാതെ മറ്റാരും തന്നെയില്ല. അള്ളാഹു നിനക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ, ഔദാര്യത്തെ തടയാൻ ഒരു ശക്തിയുമില്ല. അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ നന്മ ആസ്വദിപ്പിക്കുന്നു. അള്ളാഹു പൊറുക്കുന്നവനും കരുണാവാരിയുമാകുന്നു. സൂറത്ത് യൂനുസ് 107. നമ്പർ ആവർത്തിക്കുന്നത് മനസ്സിലായ? നിങ്ങൾ വീട്ടിൽ പോയാൽ ഖുർആൻ പരിഭാഷ ഒന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാ. അർത്ഥത്തിൽ ഞാൻ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയോ എന്നും നിങ്ങൾക്കറിയാലോ. ഒരു ഖൈറ് നമുക്ക് ലഭിച്ചാൽ അത് തരുന്നത് അള്ളാഹ് മാത്രമാണ്. അതിനെ തടയാൻ അള്ളാന്റെ സൃഷ്ടികളിൽ ഒരു ശക്തിയുമില്ല. അമ്പിയാക്കൾക്ക് കഴിയില്ല, ഔലിയാക്കൾക്ക് കഴിയില്ല, ശുഹദാക്കൾക്ക് കഴിയില്ല, ശൈഖന്മാർക്ക് കഴിയില്ല, മലക്കുകൾക്ക് കഴിയില്ല, ജിന്നുകൾക്ക് കഴിയില്ല. അള്ളാഹ് തന്നെ. നമ്മുടെ ഈമാൻ കാര്യത്തിൽ 6-ാമത്തെ എന്താ സഹോദരങ്ങളെ? അൽ ഖൈറു വശ്ശർറു മിനല്ലാഹി തആല. ഖദറിൽ വിശ്വസിക്കല്ലേ? അള്ളാന്റെ ഖദറാണ്. ഖൈറാവട്ടെ ഷർറാവട്ടെ അത് അള്ളാഹുവിന്റെ. അത് ഈമാൻ കാര്യത്തിൽപ്പെട്ടല്ല. അത് ഒഴിവാക്കിയ മുസ്ലിമാവോ? അള്ളാഹുവിലും അവന്റെ കിതാബിലും മലായിക്കത്തുകളിലും മുർസലീങ്ങളിലും യൗമുൽ ആഖിറത്തിലും ഖദറിലും വിശ്വസിക്കാതെ ഒരാളും മുസ്ലിമാവില്ലല്ലോ, മൂമിനാവുകയില്ലല്ലോ. എല്ലാ ഖൈറും അള്ളാഹുവിന്റെ നിശ്ചയമാണ്, ഖദറാണ്. എല്ലാ ഷർറും, എന്നെ ഏത് ഷർറ് ബാധിച്ചാലും അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അത് സംശയമില്ലാതെ ഉറപ്പിക്കണം. അതാ കാര്യം തന്നെ ഈ ആയത്തിലൂടെ അള്ളാഹ് പറയുന്നത്. ഈ ആശയത്തിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്താ ചെയ്യുന്നത്? കുഫറിലേക്ക് കൊണ്ടുപോവുക നമ്മുടെ സമുദായത്തെ, പാവങ്ങളെ, അറിവില്ലാത്തവരെ ശിർക്കിലേക്ക് നയിക്കുകയാണ്. ആര്? പുരോഹിതന്മാർ, പണ്ഡിതന്മാരെന്ന് പറയുന്നവർ, നേതാക്കന്മാരെന്ന് പറയുന്നവർ. ഒരായത്ത് കൂടി കേട്ടു നോക്കിയ നിങ്ങൾ. അതേപോലെ തോന്നുന്നു. ആയത്ത് വേറെയാണ്. നിങ്ങൾക്ക് അല്ലാഹു ഒരു പ്രയാസം ബാധിപ്പിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ. അതേപോലെ നേരത്തെ കേട്ട പോലെ അതിനെ നിവർത്തിച്ചു തരാൻ, ആ പ്രയാസത്തെ നീക്കാൻ അല്ലാഹു അല്ലാതെ ഒരു ശക്തിയുമില്ല. വയംസസ്ക ബിഖൈരിൻ. അല്ലാഹു നിങ്ങൾക്ക് ഒരു ഗുണം ബാധിപ്പിച്ചാൽ, ഖൈർ ബാധിപ്പിച്ചാൽ, ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ ഈമാനുള്ള അള്ളാഹുവിൽ അവന്റെ വിശ്വാസം ഖദറിൽ കൂടിയുള്ള വിശ്വാസം കൂടിയാണ്. എന്നെ ജീവിതത്തിൽ ബാധിക്കുന്ന മുഴുവൻ നന്മയും എന്നെ ബാധിക്കുന്ന മുഴുവൻ ദോഷങ്ങളും അള്ളാഹുവിന്റെ നിശ്ചയം അനുസരിച്ചാണ്. അതിലൊരു തരിമാറ്റം വരുത്താൻ ഖിയാമത്ത് നാൾ വരെ ഒരു സൃഷ്ടിക്കും സാധ്യമാവുകയില്ല. ആ സൃഷ്ടികൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായിരുന്നാലും അള്ളാഹുവിന് വെറുപ്പുള്ളവരായിരുന്നാലും. ഈ ഉറച്ച ഈമാന്റെ അത്ര സമാധാനം എന്നറിയോ? നമ്മളെന്തെല്ലാം അവലാദിയും വിഷമൊക്കെ ആയിട്ടാണ്. ഉടനെ ജാറത്തിലേക്ക് ഓടി, ഉടനെ മക്ബറയിലേക്ക് പോയി. അവിടെ ഒരു ഷെയ്ഖ് ഉണ്ടെന്ന് കേട്ടു. ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ. മറ്റിതര സമുദായങ്ങളെ പറ്റിയാ പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ
നമ്മുടെ ആൾ ദൈവങ്ങൾ കൂടി വരാ, ജീവിച്ചിരിക്കുന്ന. മരിച്ചു കഴിഞ്ഞാൽ പറയാനില്ല. അവിടെ മക്ബറ കെട്ടി ആവശ്യക്കാരുടെ വരവായി. രോഗം ബാധിച്ചവർ ആശുപത്രിയിൽ നിന്ന് മടക്കിയ കേസ് അവിടെ നിന്ന് ശരിയാക്കി കൊടുക്കുന്നു. ഇതല്ലേ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തായിരിക്കും ആ ഈമാൻ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആൾക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് അറിവുണ്ട്? എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ജാറത്തിലേക്ക് ഓടുന്ന മനുഷ്യൻ, മക്ബറയിലേക്ക്, മക്കാമിലേക്ക്, തങ്ങളെ ബീവിയുടെ അടുത്തേക്ക് ഓടുന്ന മനുഷ്യന് താൻ ഷഹാദത്ത് കലിമ ചൊല്ലിയതുപോലും അവന് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകളുടെ ഒരു വിവരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. റസൂലുള്ളാഹി അയച്ചക്കട ഇതിനാണ്. അള്ളാഹ് ആയത്തിലൂടെ എന്ത് പറഞ്ഞു? അത് സമൂഹത്തെ പഠിപ്പിച്ചു. അങ്ങോട്ടൊന്നും പോണ്ട. അള്ളാന്റെ ഖുർആനിലും അതെങ്ങനെ നബി ജീവിച്ചു കാണിച്ചു ബോധ്യപ്പെടുത്തി. അവിടെ നിന്നാൽ നമ്മളൊന്നാ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഐക്യപ്പെടുത്തുമാറാകട്ടെ. ഈ ഹദീസ് ശ്രദ്ധിച്ചു കേട്ടോ. ഒരു സത്യവിശ്വാസിക്ക് വേണ്ട എല്ലാ കാര്യവും ഇതിലുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നബിയുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ആണിത്. നബിക്ക് പ്രിയങ്കരനായ ബാലൻ. നബി ഇബ്നു അബ്ബാസിന് വേണ്ടി പ്രാർത്ഥിച്ചു, റബ്ബേ ഇൽമ് നിറക്കണേ എന്റെ ഈ മകന്, എന്റെ ഈ അനുജന് വിജ്ഞാനം വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇസ്ലാമിന്റെ ലോകത്ത് ആധികാരികമായ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകം ഒറ്റക്കെട്ടായി പറയുന്നു. ഈ കാലത്തും ഖുർആന് പരിഭാഷയും വ്യാഖ്യാനം ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഏറ്റവും ആദ്യത്തെ ഖുർആനെ വ്യാഖ്യാനിച്ച ആൾ, കാരണം റസൂലുള്ള നേരിട്ട് ഓതി കേൾപ്പിച്ച് വിശദീകരിച്ചു കൊടുത്തു. ജീവിതത്തിൽ അത് കണ്ട് വളരാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആധികാരിക മുഫസ്സിർ. 500 കൊല്ലം കഴിഞ്ഞിട്ടുള്ള തഫ്സീർ എഴുതുന്നാക്ക് നബിനെ കണ്ടിട്ടില്ല, നബി പറഞ്ഞത് കേട്ടിട്ടില്ല, ഖുർആനിലെ ഹദീസും വായിക്കാന്ന് മാത്രം. ഇബ്നു അബ്ബാസ് അങ്ങനെയല്ലല്ലോ, നേരിട്ട് നബിയുടെ കൂടെ നിന്ന് അബ്ദുല്ലാഹ് ബിൻ ഉമറിനെ പോലെ, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുള്ളയെ പോലെ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഈ പറഞ്ഞ അബ്ദുള്ളയെ പോലെ ഇബ്നു അബ്ബാസ് കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയാ, ഇമാം അഹ്മദും അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഞാൻ നബിയുടെ പിന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, റദീഫ് ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന ആളില്ലേ, അതിനാണ് റദീഫ് എന്ന് പറയാ. നബിയുടെ ഒട്ടകപ്പുറത്ത് എന്നെ കൂടി റസൂലുള്ള കയറ്റാറുണ്ട് പലപ്പോഴും. അത്ര പ്രിയാണ്, അത്ര ഇഷ്ടാണ്. അതുകൊണ്ട് നബിയുടെ കൂടെ സഞ്ചരിക്കാൻ അധിക തവണയും നറുക്ക് വീഴ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. അങ്ങനെ ഒരു ദിവസം സഞ്ചരിച്ച് കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, എന്റെ പ്രിയപ്പെട്ട കുട്ടി. ആ വിളി നോക്കിയേ, യാ ഗുലാം, എന്റെ പ്രിയപ്പെട്ട കുട്ടി, അലാ ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാക്യങ്ങൾ പഠിപ്പിച്ചു തരാം. യൻഫഉകല്ലാഹു ബിഹിന്ന, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറെ ഉപകാരപ്പെടുന്ന ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അതേ റസൂലേ, എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചോട്ടാ, എങ്കിൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ആവശ്യം എന്താ? ദുനിയാവിലും ആഖിറത്തിലും കാക്കണം എന്നല്ലേ? റബ്ബ് കാക്കണം, റബ്ബെ രക്ഷിക്കണം, എല്ലാ ശർറിൽ നിന്ന് എന്നെ കാക്കണം റബ്ബേ എന്നല്ലേ? അതിന്റെ പരിഹാരം നീ അല്ലാഹനെ സൂക്ഷിക്കേ, എങ്കിൽ നിന്നെ അല്ലാഹു കാത്തു രക്ഷിക്കും. ഇവിടെ ഇപ്പൊ എന്താ? എല്ലാ തോന്നിയാസവും ചെയ്യും, എന്നിട്ട് കാത്തു രക്ഷിക്കാൻ ജാറത്തിൽ കൂടും. എല്ലാ തോന്നിവാസങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾ അവഗണിച്ചുകൊണ്ട് നിർബന്ധ നിസ്കാരം പോലും ഉപേക്ഷിച്ചവർ മക്കാമിലേക്കും ജാറത്തിലേക്കും ഓടിക്കൊണ്ടിരിക്കുക. കാവലി ചോദിക്കാൻ, രക്ഷ ചോദിക്കാൻ ഒറ്റ വഴിയുള്ളൂ രക്ഷ കിട്ടാൻ. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അടുത്ത വരി എന്താ?
രണ്ടാമതും നീ അള്ളാഹിനെ സൂക്ഷിക്കണം. തജിദുഹു അമാമക, എങ്കിൽ നിന്റെ മുന്നിൽ അള്ളാഹുവിനെ നിനക്ക് കാണാം. നീ ഏത് പ്രശ്നത്തിലാവുമ്പോഴും നിന്റെ മുന്നിൽ നിന്റെ റബ്ബുണ്ടാവും. നീ അള്ളാഹിനെ സൂക്ഷിക്കണം. തോന്നിയാസായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ചില പരിഷ്കാരമൊക്കെ വരുത്തിയതാണ്. ഞാൻ നിസ്കാരമൊക്കെ ഉള്ള ആൾ തന്നെ, നോമ്പുള്ള ആൾ തന്നെ. പക്ഷെ ഇപ്പോഴത്തെ നാട്ടു നടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി പരിഷ്കാരമൊക്കെ വേണം. അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിറുങ്ങി ജീവിക്കാൻ പറ്റൂല. ഇപ്പോഴത്തെ നിലക്കുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിവാസം പറ്റൂല. നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ മുന്നിൽ നിന്റെ റബ്ബുണ്ടാവും. റസൂൽ പറയാണത് ആരോട്? പ്രിയപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട്. പിന്നെ പറഞ്ഞതോ തഅരിഫ് ഇലൈഹി ഫിർറഖാ, നിനക്ക് സന്തോഷവും ഐശ്വര്യം ഉണ്ടാവുമ്പോഴും അള്ളാഹിനോട് അറിഞ്ഞ് പെരുമാറണം. നീ ഭയങ്കര വർത്താനം പറഞ്ഞ അങ്ങനെ ചെയ്താൽ പ്രയാസങ്ങളും കഷ്ടപ്പാടും വരുമ്പോ അള്ളാഹ് നിന്നെ അറിഞ്ഞോളും. നിനക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും അള്ളാഹിനെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതമായിരിക്കണം. നമ്മളെന്താ, രോഗമൊന്നുമില്ല, കടമില്ല, പട്ടിണിയില്ല, എല്ലാ വരുമാനങ്ങളും ജീവിത സുഖങ്ങളുണ്ട്. പൊടിയും തട്ടികൾ പോകൂലേ? അള്ളാഹ് നബിയ, പിന്നെ ഓർക്കോ? പിന്നെ അള്ളാഹിനെ ഓർക്കാൻ പറ്റുമോ നമുക്ക്? എനിക്ക് ഒരു ബാധ്യത, പ്രശ്നവും ബുദ്ധിമുട്ടും ഇല്ല, വീട്ടിൽ ആർക്കും അസുഖമൊന്നുമില്ല, എല്ലാരും സന്തോഷം, മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞ്, മോൻ പെണ്ണ് കെട്ടി, മോളെ കെട്ടിച്ച്, വീട് നല്ലതാണ്, ഓരോ മക്കൾക്കും വീടായി. അപ്പോഴും നീ അള്ളാഹിനെ ഓർത്താൽ, നിനക്ക് ഐശ്വര്യമുള്ള കാലത്തും നീ റബ്ബിനെ ഓർത്താൽ, നിനക്ക് പ്രയാസം വരുമ്പോ നിന്റെ റബ്ബ് നിന്നെ അറിയും. അടുത്തത് ശ്രദ്ധിക്കും. നീ എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം, മറ്റാരോടും ചോദിക്കരുത്. നിനക്ക് പല ആവശ്യങ്ങളുണ്ടല്ലോ, അള്ളാഹുവോട് തന്നെ ചോദിക്കണം. നീ സഹായം തേടിയാൽ അള്ളാഹുവിനോടേ സഹായം തേടാവൂ. പല സൃഷ്ടികൾ ഉന്നതന്മാരുണ്ടാവും, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു ആകാശഗോളങ്ങൾ ഉണ്ടാവും, നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ ഉണ്ടാവും, കാറ്റും മഴയും ഉണ്ടാവും, അള്ളാഹിന്റെ മലായിക്കത്തുകൾ ഉണ്ടാവും, മനുഷ്യന് മുമ്പ് അള്ളാഹ് സൃഷ്ടിച്ച ജിന്നുകൾ ഉണ്ടാവും, ശൈത്താന്മാരുണ്ടാവും. ഒരു സൃഷ്ടിയോടും നീ സഹായം ചോദിക്കരുത്, നിന്റെ അള്ളാഹുവോട് തന്നെ നീ ചോദിക്കണം. എന്നിട്ട് റസൂൽ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്ക്. അള്ളാഹ് എഴുതിയില്ലേ നിനക്ക് വേണ്ടി എന്തൊക്കെ ഹൈറ് ഷർന്ന് എഴുതിയില്ലേ? വറ്റി, മഷി വറ്റി, പേന വറ്റി എന്നാണ് പദം കൊണ്ട് തോന്നുക. ഇത് തന്നെ വേറെ ഹദീസ് ഉണ്ട്. പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ വറ്റി. എന്ത് ഈ ഏടുകൾ വറ്റുന്നത്? എഴുതിപ്പോയതേ ഇനി മഷി മായ്ക്കേ മാറ് ഒന്നും ചെയ്യില്ല, കൈതട്ടൂലേ? എഴുതി കഴിഞ്ഞ ഉടനെ നമ്മുടെ കൈയ്യെട്ടിയാല് പരക്ക് 5 ആണോ 6 ആണോ എന്ന് സംശയവും, 8 ആണോ 9 ആണോ എന്നൊക്കെ സംശയവും. അങ്ങനെ സംഭവിക്കൂല. അള്ളാഹ് നിന്റെ പേരിൽ എഴുതിയ നന്മ തിന്മകൾ അത് തീരുമാനായിന്ന്, അത് തീരുമാനമായി. എന്തൊക്കെ സംഭവിക്കണമെന്നത് അള്ളാഹ് രേഖപ്പെടുത്തി കഴിഞ്ഞു, മാറ്റമില്ല. പിന്നെ അവിടെ കൂടിയിട്ട് എന്താ പ്രിയപ്പെട്ടവരെ, ഈ ഈമാനുണ്ടായ അവൻ രക്ഷപ്പെട്ടില്ല, അവൻ സ്വർഗത്തിലാണെന്ന്, അവന് ഷഹാദത്ത് നിലനിർത്തി. ഇതിൽ സംശയം വന്നാൽ അവിടെ പോയി നോക്കിയാൽ വല്ല ഭേദം ഉണ്ടാവോ? ഇവിടെ ചെന്നാൽ വല്ല ബർക്കത്ത് ഉണ്ടാവോ? പീഡിയക്ക് മറ്റോളം അന്തരിച്ച ഒരു തകിട് കൊണ്ട് പീഡിയെ വെച്ചാ പീഡിയയിൽ കച്ചവടം കൂടുവോ? അല്ലെങ്കിൽ മറ്റാളെടുത്ത് പോയി എന്തെങ്കിലും പറഞ്ഞ വിസ നല്ല ശമ്പളം കൊടുക്കണ സ്പോൺസറുകൾക്ക് മാറി കിട്ടുവോ? കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവോ? അപ്പൊ ഷഹാദത്ത് പൊളിഞ്ഞു. ഒന്നാമത്തെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ പൊളിഞ്ഞു. ഒന്നാമത്തെ പൊളിഞ്ഞാൽ 2 നിൽക്കൂല, 3 നിൽക്കൂല, 4 നിൽക്ൂല, 5 നിൽക്കൂല. അത് നമുക്കറിയാം. എന്താ ഉണ്ടാകേണ്ടത് അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി മാറ്റമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പ് കേട്ട അന്നാമിലെയും അതുപോലെ യൂനുസിലെയും ആയത്തിന്റെ വിവരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചിരുന്നത്. ഫലൗ അന്നൽ ഖൽഖ കുല്ലുഹും ജമിയാ,
ലോകത്തുള്ള ശ്രദ്ധിക്കുക, മനുഷ്യരെന്നല്ല പറഞ്ഞു കേട്ടാ, എല്ലാ സൃഷ്ടികളും. വളരെ ശ്രദ്ധിക്കുക, റസൂൽ പറഞ്ഞത് മുഴുവൻ മനുഷ്യരെന്നല്ല, ലോകത്തുള്ള അള്ളാന്റെ സൃഷ്ടികൾ മുഴുവൻ. അറാദു അയ്യം ഫഊക ബിശൈഇൻ, ഒരു കാര്യം നിനക്ക് ഉപകാരം ചെയ്തു തരാൻ ഉദ്ദേശിച്ചാൽ, ലോകത്തുള്ള അല്ലാഹ് അല്ലാത്ത എല്ലാ സൃഷ്ടികളും നിനക്കൊരു ഉപകാരമുണ്ടാവാൻ ഉദ്ദേശിച്ചാൽ, ലം യക്തുബുഹു അലൈക, അല്ലാഹ് അത് നിനക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ലം യഖ്ദിറു അലൈഹി, അവർക്ക് കഴിയില്ല. മനുഷ്യർ മുഴുവൻ അല്ല പറഞ്ഞത്, അള്ളാന്റെ മുഴുവൻ സൃഷ്ടികൾ, മലക്കാവട്ടെ, ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മരമാവട്ടെ, കല്ലാവട്ടെ, എന്തായാലും നക്ഷത്രങ്ങളാവട്ടെ. ഈ നക്ഷത്രത്തിൽ ആയോണ്ടാണ് മെച്ചുണ്ടായത്, മറ്റേ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ടാണ് അവന് പ്രശ്നമുണ്ടായത്. നോക്കിയേ, അള്ളാഹ് നിനക്ക് എന്തൊക്കെ നന്മ വേണമെന്ന് റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ലാത്ത ഒരു നന്മയും നിനക്ക് ചെയ്തു തരാൻ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾ വിചാരിച്ചാലും നടക്കില്ല. വൈൻ അറാദു അൻ യദുറൂക ബിശൈഇൻ, അതേപോലെ പേടിക്കേണ്ട സഹോദരങ്ങളെ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും, മനുഷ്യരല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെന്നല്ല, ലോകത്തുള്ള ശൈത്താനടക്കം, ഈ പറഞ്ഞ ശൈത്താനടക്കം ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾ നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ, ലം യക്തുബുല്ലാഹു അലൈക, നിനക്കതല്ല നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, ലം യഖ്ദിറു അലൈഹി, നിനക്കൊരു ഉപദ്രവം നടത്താൻ അവർക്കും കഴിയില്ല. പിന്നെ ആരെ പേടിക്കണം? പിന്നെ ആരെ പേടിക്കണം? ഖൈർ പിന്നെ ആരോട് ചോദിക്കണം? ഷർറീന്ന് കാവല് ആരോട് ചോദിക്കണം? ഒരു വളരെ തെളിഞ്ഞ വഴിയാണിത് പ്രിയപ്പെട്ടവരെ. ഒരു സത്യവിശ്വാസിക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഇതിലുണ്ട്. തെളിഞ്ഞ വഴിയാണ്. ഈ തെളിഞ്ഞ വഴി വിട്ടിട്ടാണ് ആളുകൾക്ക് മനസ്സിലാക്കാത്ത വിധം പലതും അവിടെ മറ്റേ ഷെയ്ഖ് പറഞ്ഞാൽ കുട്ടി ഉണ്ടാവും, മറ്റേ മക്കാമിൽ പോയി നേർച്ച നേർന്നാൽ കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാട്ടിക്കൂട്ടുന്ന ഈ സമുദായത്തെ, മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ തൗഹീദിൽ നിന്ന് തെറ്റിച്ച് ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്നു. ആ പുരോഹിതന്മാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ, ആ വഞ്ചകരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എങ്കിൽ, നിങ്ങളുടെ തൗഹീദ് ശരിയായിട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അല്ലാഹു എല്ലാ ശിർക്കിൽ നിന്നും കുഫറിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷത്തിനും യാസീൻ മനപ്പാടുണ്ടാവും. മനപ്പാടില്ലെങ്കിൽ തന്നെ ഒരു ആയത്ത് കേട്ടാൽ അത് യാസീത്തിലെ ആണെന്നെങ്കിലും അറിയും. മനപ്പാടില്ല, നിസ്കാരത്തിലൊക്കെ ചിലപ്പോൾ അത് ഓതാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ പോലും ആയത്ത് കേട്ടാൽ അത് യാസീലെന്ന് അറിയും. അതിലൊരാളെ പറ്റി അള്ളാഹ് പറയുന്നുണ്ട്. അയാളുടെ പേര് സാഹിബ് യാസീൻ. തഫ്സീറുകളിൽ അയാളുടെ പേര് യാസീന്റെ സാഹിബ്, അങ്ങനെ ഒരാളുണ്ട്. വജാഅ മിൻ അക്സൽ മദീനതി റജുലുൻ യസ്ആ, ഒരു നാട്ടിലേക്ക് അമ്പിയാക്കളെ, മുർസലീങ്ങളെ അല്ലാഹ് നിയോഗിച്ചു. അവർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആ ജനങ്ങളെ ക്ഷണിച്ചു. ആ ജനങ്ങൾ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ അമ്പിയാക്കളെ പീഡിപ്പിക്കാനും കൊല്ലാനും ശ്രമിച്ചു. അപ്പോൾ ഇതാ വജാഅ മിൻ അക്സൽ മദീനതി റജുലുൻ യസ്ആ, ആ പട്ടണത്തിന്റെ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടി വരുന്നു. ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ, ജനങ്ങളെ അബദ്ധം ചെയ്യല്ലേ, നിങ്ങൾ അക്രമം ചെയ്യല്ലേ, ആ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റൂ. നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ വിളിക്കുന്ന ഔലിയാക്കളിൽ നിന്ന് വിളി മാറ്റി, നേർച്ച മാറ്റി അള്ളാഹിനെ വിളിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് പണച്ചിലവില്ലല്ലോ. ഓ, ഭയങ്കര ചെലവായിരിക്കും അത് സ്വീകരിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്. ചെലവ് എവിടെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
അള്ളാനെ മാത്രം വിളിക്കുന്നവർക്കാണോ ചെലവ്, അല്ലാത്തവരെ വിളിക്കുന്നവർക്കാണോ ചെലവ്? അത് അള്ള പറയാ, ഒരു പ്രതിഫലം ശേഖന്മാരെ ജാറങ്ങളെയും വിട്ട് അള്ളാനെ വിളിക്കാൻ നിങ്ങൾക്കൊരു ഉറുപ്പിയുടെ ചെലവില്ലല്ലോ, ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ. അവരല്ലേ സന്മാർഗം പ്രാപിച്ചത്. എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത് കൂട്ടുകാരെ? അതിൽപ്പെട്ട ആളുണ്ടാ. അതുവരെ ആ നാട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മുർസലീങ്ങൾ പറഞ്ഞ സത്യം മനസ്സിലാക്കി നാട്ടുകാരാ മുർസലീങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് കണ്ടപ്പോൾ ഓടി വന്നുകൊണ്ട് പറയാണ്, സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കണമെന്നല്ലേ അമ്പിയാക്കൾ നമ്മോട് പറയുന്നത്? അങ്ങനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ഉള്ളത്? മാത്രമല്ല ഇനി മടങ്ങി പോകേണ്ടതും ആ റബ്ബിലേക്ക് തന്നെയല്ലേ? ആരാണോ നമ്മളെ സൃഷ്ടിച്ചത്, ഇനി ആരിലേക്കാണോ മടങ്ങി ചെല്ലേണ്ടത്? ആ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നല്ലേ അമ്പിയാക്കൾ പറയുന്നത്. ഞാനെങ്ങാനും അല്ലാഹുവിനെ കൂടാതെ ഒരു ഇലാഹിനെ സ്വീകരിച്ചാൽ, പരമകാരുണ്യകനായ എന്റെ റബ്ബ് ഒരു പ്രയാസം ഉദ്ദേശിച്ചാൽ, ഈ ഔലിയാക്കളുടെ ശുപാർശയൊന്നും എനിക്ക് ബലം ചെയ്യില്ലല്ലോ. അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ഇത് ചെല്ലുമ്പോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പിന്നാലെ ചെല്ലുന്നുണ്ടാവും യാസീനിലെ ആയത്ത്. മുർസലീങ്ങൾ പഠിപ്പിച്ചത് ഇതല്ലേ? നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, അന്നം നൽകുന്ന വെള്ളം നൽകുന്ന റബ്ബ്, ജീവൻ നൽകിയ റബ്ബ്, ഇനി ജീവൻ തിരിച്ചെടുക്കുന്ന റബ്ബ്, തിരിച്ചു ചെല്ലേണ്ട ആ സ്ഥാനം റബ്ബിലേക്കാണ്. ആ റബ്ബിനെ ഇവിടെ പ്രാർത്ഥിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ്? ആ റബ്ബിനെ കൂടാതെ സഹായത്തേട്ടം നടത്താൻ വേറെ ആളുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അല്ലാത്തവരോട് തേടിയാൽ അവരുടെ ശുപാർശയൊന്നും എനിക്ക് ബലം ചെയ്യില്ലല്ലോ. ഇനി ഇതല്ല ഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായും വഴിപിഴച്ചു പോകുമല്ലോ. അതുകൊണ്ട് ഇന്നീ ആമൻതു ബിറബ്ബിക്കും, അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നിങ്ങൾ എന്ന് ആ നാട്ടുകാരോട് ഓടി വന്ന മനുഷ്യൻ, അമ്പിയാക്കളെ സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന, മുർസലീങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന ആ മനുഷ്യൻ പറഞ്ഞു. ഈ മനുഷ്യനാണ് സാഹിബ് യാസീൻ. എന്തുണ്ടായി? മുർസലീങ്ങളെക്കാൾ ദേഷ്യം സമുദായത്തിന് ആരോടായി? അവരെ കൂടെ ഉണ്ടായിട്ട് സത്യത്തെ സത്യപ്പെടുത്തിയ മനുഷ്യനോട്. അവര് കൊന്നുകളഞ്ഞു, ഷഹീദായി. ആ മനുഷ്യൻ അല്ലാഹ്ക്ക് വേണ്ടി ഷഹീദായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തിന് വേണ്ടി രക്തവും ജീവനും അല്ലാഹു നൽകിക്കൊണ്ട് അവന്റെ സാക്ഷ്യത്തെ അവൻ സാക്ഷാത്കരിച്ചു. ഇതാണ് സാഹിബ് യാസീൻ. മുഫസ്സിറുകൾ കുറെ വർത്താനം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെ കുറിച്ച്. നമ്മ വിഷയത്തിനായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ഖൈർ ആഗ്രഹം ഉണ്ടെങ്കിലും റബ്ബിനോട് ചോദിക്കാം. എന്ത് ശർറ് നമ്മൾ ബാധിച്ചാലും അതിൽ നിന്ന് കാവല് ചോദിക്കാൻ, രക്ഷ ചോദിക്കാൻ അല്ലാത്തൊരു ശക്തി അള്ളാന്റെ സൃഷ്ടികളിലില്ല. അതുകൊണ്ട് അത് ഉറച്ചു നിന്നോ എങ്കിൽ നമുക്ക് ഈമാനുണ്ട്. നമ്മുടെ സത്യസാക്ഷ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ശരിയായി തീരും. ഒരു ആയത്തും കൂടി കേട്ട് നോക്കുക. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഉ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ചെയ്യുന്നവനാരാണ്? വയക്ഷിഫുസൂഅ, അവനെ ബാധിച്ച പ്രയാസത്തെ നീക്കി കൊടുക്കുന്നതാരാണ്? വയജ്അലക്കും ഖലഫാഅൽ അർദി, ഭൂമിയിലെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചതാരാണ്? അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹുണ്ടോ? കൃത്യമായിട്ട് അല്ലാഹ് പറയണ, പ്രയാസം വരുമ്പോ ആരെങ്കിലോടും തേടിയാൽ അത് അവന്റെ ഇലാഹായിരിക്കുന്നതാണ് ഈ പറഞ്ഞത്. ആണ് അല്ലാഹ് ചോദിക്കണത്, വേറെ ഇലാഹുണ്ടോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, 2 ദൈവങ്ങളുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല. പക്ഷെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോ ആളുകള് ആരോട് തേടുന്നുവോ അത് അള്ളാഹിന് പുറമേയുള്ള ഇലാഹായി മാറുന്നു. അല്ലാഹ് ചോദിക്കുക, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അള്ളയില്ലേ?
നിങ്ങളെ പ്രയാസം നീക്കി തരാൻ അള്ളല്ലേ? ഭൂമിയിൽ നിങ്ങളെ അധിവസിപ്പിച്ച് ഭൂമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച അള്ളല്ലേ? ഷേഖും തങ്ങളും ബീവിയൊന്നും അല്ലല്ലോ. അവര് വരുന്നതിന് മുമ്പ് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി തന്നില്ലേ അള്ളാ? അള്ളാന്റെ കൂടെ വേറെ ഇലാഹുണ്ടോ? ഖലീലമാ തദക്കറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. സദഖല്ലാഹ്, അള്ളാഹ് പറഞ്ഞ എത്ര സത്യം. മനുഷ്യന്മാര് ഒത്തിരി ചിന്തിച്ചിരുന്നെങ്കിൽ. ഖലീലമാ തദക്കറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഒരല്പം ചിന്തിച്ച 100% ബുദ്ധി ഉപയോഗിക്കണ്ട, ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാക്കാവുന്ന സത്യമാണ്. ഏത് മൊയിലാര് വന്ന് പറഞ്ഞാലും ഞങ്ങളില്ലട്ടാ, ഞങ്ങളെ അള്ളാഹ് ഉണ്ടെന്ന് പറയാൻ ഒരു കരുത്ത് നിങ്ങൾ എന്ന് നേടുന്നുവോ? ഏത് ഔലിയ ഷെയ്ഖ് വലിയ ഉലമാന്റെ ഉലമാ ഉസ്താദുൽ അസാത്തിദ ഖമറുൽ ഉസ്താദ് ഖമറുൽ ഉലമാ എന്ത് പേരിട്ട് വിളിച്ച് ആര് വന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങൾ അള്ളാഹ് മതി എന്ന് പറയാൻ എപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുവോ അപ്പോൾ നമ്മുടെ ഷഹാദത്ത് ശരിയാണ്. നമ്മുടെ ഉമ്മത്ത് അല്പമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സത്യത്തിലേക്ക് അവർ വരുക. പക്ഷേ നമ്മൾ ആ സമൂഹത്തെ വെറുക്കരുത്. പുരോഹിതന്മാരാണ് ഇതിന്റെ കങ്കാണികൾ. ഈ ആലിമീങ്ങൾ എന്ന് പറഞ്ഞവർ സാധാരണക്കാർ പാവങ്ങളാണ്. അതുകൊണ്ട് അവരെ വെറുക്കരുത്. അവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സത്യം ബോധ്യപ്പെടുത്തി രക്ഷയുടെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഏറ്റവും വലിയ പരിശ്രമമായി അള്ളാഹു രേഖപ്പെടുത്തും. നരകത്തിൽ നിന്ന് നമുക്ക് മോചനമായുള്ള ഒരു പ്രവൃത്തിയായി രേഖപ്പെടുത്തും. സ്വർഗപ്രവേശത്തിന് കാരണമാകുന്ന ഒരു സൽക്രമമായി അള്ളാഹു രേഖപ്പെടുത്തും. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പല അബദ്ധങ്ങള് തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. റബ്ബേ നീ കാരുണ്യവാനാണല്ലോ, ഏത് പാപിക്കും പൊറുക്കുന്നവനല്ലേ. റബ്ബേ നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഞങ്ങൾ ജീവിതത്തിൽ കഴിവില്ലാത്തവരാണ്, പ്രയാസങ്ങളുടെ മുമ്പിൽ അന്തിച്ചു നിൽക്കുന്നവരാണ്. റബ്ബേ നീ തന്നെ ഞങ്ങൾക്ക് രക്ഷ നൽകണേ. നിന്റെ സത്യദീനിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. നമ്മിൽ രോഗികളായിട്ടുള്ള പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന് കാര്യം ചെയ്യാൻ നിമിത്തങ്ങളോ കാരണങ്ങളോ ആവശ്യമില്ല. മരുന്ന് ചികിത്സക്ക് അതിന്റെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. അത് ചെയ്തോളാൻ പറഞ്ഞ നമ്മളോട്. പക്ഷേ റബ്ബുൽ ആലമീനായ തമ്പുരാന് കാരണങ്ങൾ ആവശ്യമില്ല. കാരണങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവനാണ്. ഏത് രോഗവും മാറ്റാൻ ശക്തിയുള്ളവനാണ്. റബ്ബേ ഞങ്ങളെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് റബ്ബേ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഫضل കൊണ്ട് നീ പുറത്തു മാപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.